സ്നേഹത്തെ ത്യാഗം കൊണ്ട് അളക്കേണ്ടതുണ്ടോ? സ്നേഹം എന്ന വാക്ക് ഒരുപാട് അർത്ഥങ്ങളും മാനങ്ങളും ഉള്ള ഒന്നാണ്. സ്നേഹം പലർക്കും പലതുമാണ്. ചിലർ സ്നേഹത്തെ ത്യാഗം കൊണ്ട് അളക്കും, മറ്റു ചിലർ സ്നേഹത്തെ സ്നേഹം കൊണ്ട് അളക്കാൻ ശ്രമിക്കും. അടുപ്പം, അല്ലേ, അഭിനിവേശം, പ്രതിബദ്ധത, ഇതൊക്കെ ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്ര വികാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്നേഹമെന്ന് വിളിക്കാം. അടുപ്പമുണ്ടാവണം, സംരക്ഷിക്കപ്പെടണം, വാത്സല്യമുണ്ട്, വിശ്വാസമുണ്ട്. ഇതൊക്കെ സ്നേഹത്തിനകത്ത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത സാധനമാണ്. അവിടെയാണ് നമ്മുടെ പല ആളുകളും സ്നേഹത്തിന് ഒരു കണക്ക് പറച്ചിൽ കൊണ്ട് തളയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ നിനക്കിത് ചെയ്തു തന്നില്ലേ, അല്ലേ, നീ എന്താ എനിക്ക് തിരിച്ച് ചെയ്യാത്തത്, ഞാൻ നിന്നെ ഇങ്ങനെ അല്ലല്ലോ കണ്ടത്, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പഴിചാലുകളും പരിവേദനങ്ങളും കുറ്റപ്പെടുത്തലും, അല്ലേ, ഇങ്ങനെ നമ്മൾ നിരന്തരം കേൾക്കുന്ന മനുഷ്യരാണ്. സ്നേഹത്തിന് അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും കിട്ടാനുമുള്ളതാണ് ഈ പറഞ്ഞ സാധനം സ്നേഹം. പ്രണയത്തിൻ്റെ തീവ്രത, അല്ലേ, കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം, അത് മാറുകയും ചെയ്യും. ചേർന്നിരിക്കുമ്പോൾ മാത്രമല്ല, അകലത്തും നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം, ആസ്വദിക്കാനും കഴിയണം. ഉള്ളറിഞ്ഞുള്ള സ്നേഹം. ബാക്കിയൊക്കെ വെറുതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ചില സാധനങ്ങളാണ്. എനിക്ക് സ്നേഹമുണ്ടെന്ന് കാണിക്കുന്ന സന്തോഷം, ആവേശം, ഒരു തൃപ്തി, ഒരു ഉന്മേഷം, ഇതെല്ലാ വികാരങ്ങളും, വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ വികാരങ്ങളും ഒരു ചങ്ങലയാക്കി കൂട്ടിക്കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ സ്നേഹമെന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ സ്നേഹം പലപ്പോഴും അസൂയയും മാനസിക പിരിമുറുക്കവും പൊസസീവ്നെസ് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് സംഗതികളിലേക്കും പലപ്പോഴും ഈ സ്നേഹം കൊണ്ട് പോകാറുണ്ട്. നഷ്ടബോധം ഉണ്ടാക്കുക, നിരാശ ഉണ്ടാക്കുക, ഇതൊക്കെ കാരണം സ്നേഹം അതിന് കാരണമായി മാറാറുണ്ട്. ഒന്നിനുമല്ലാതെ അങ്ങ് നമുക്ക് വെറുതെ സ്നേഹിച്ചു നോക്കാം, ലോകം നമുക്ക് ചുറ്റും വരും. സ്നേഹത്തെ ത്യാഗം കൊണ്ട് അല്ല അളക്കേണ്ടത്. ഇവിടെ കണക്കുകൾക്ക് യാതൊരു പ്രസക്തിയില്ല, വെറുതെ അങ്ങ് സ്നേഹിച്ചാൽ മാത്രം